ധർമ്മൻ അതുപോലെ തന്നെ കോമഡി പരിപാടി മിക്കതിലും തന്നെ സ്ത്രീ വേഷങ്ങളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. പ്രായമായിട്ടുള്ള സ്ത്രീ, പ്രായമില്ലാത്തതും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, പിഷാരടി ഞാനും കൂടെ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ പിഷാരടിയുടെ കുഞ്ഞ് ആയിട്ടുണ്ട്. ഞാൻ മടിയിലെടുത്ത് എന്റെ പേരിട്ടിട്ടുണ്ട്, സ്കൂളിൽ കുളിപ്പിച്ചിട്ടുണ്ട്, സ്കൂളിൽ വിട്ടിട്ടുണ്ട്, പിന്നെ ഇത്ര വലുതായ സഹോദരി ആയിട്ടുണ്ട്, ഭാര്യയായിട്ടുണ്ട്, അമ്മയായിട്ടുണ്ട്, അമ്മുമ്മയായിട്ടുണ്ട്, മുത്തശ്ശിയായിട്ടുണ്ട്. ഈ കൂടുതൽ എന്ത് ചെയ്യാനായിട്ടാ സ്ത്രീ വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? സ്ത്രീ വേഷങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് സ്ത്രീകളെ മോശമാക്കാത്ത രീതിയിൽ ചെയ്യുള്ളൂ. സ്ത്രീ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ, എൻ്റെ അമ്മയും, എൻ്റെ അമ്മൂമ്മയും, എൻ്റെ അടുത്തുള്ള ആൾക്കാരും, എൻ്റെ ബന്ധുക്കളും ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. സ്ത്രീകളെ വൾഗറാക്കാത്ത രീതിയിൽ സ്ത്രീകളെ ചെയ്യുക. ഞാൻ ഇപ്പോഴും മിമിക്രി ആർട്ടിസ്റ്റുകളോട് അങ്ങനെ ചെയ്യണവരോട് പറയാറുണ്ട്, നമ്മൾ വൾഗറാക്കേണ്ട വേഷം പോലും നമ്മൾ അവയവപ്രശ്നം നടത്താതെ അല്ലെങ്കിൽ കുറച്ച് വയറിൽ താഴ്ത്തിയിട്ട് ചെയ്യാതെ നമ്മുടെ പെർഫോമൻസ് കൊണ്ട് അതിനെ വൾഗറാക്കുക. അല്ലാണ്ട് സ്ത്രീകളുടെ ഒന്നും പ്രദർശിപ്പിക്കാതെയുള്ള അത് ഞാൻ വളരെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട്, എന്നോട് ദേഷ്യം തോന്നാത്ത സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ അവരോട് പറയാറില്ല. എന്നാലും അങ്ങനെ ചെയ്യണതാണ് നല്ലത്, എല്ലാവർക്കും നല്ലത്. വേഷങ്ങളൊക്കെ ചെയ്തിട്ട് സ്ത്രീയായിട്ടുള്ള പ്രേക്ഷകരൊക്കെ അഭിപ്രായം പറയുന്നത് എന്താ പറയണ? അവര് സ്ത്രീയായിട്ട് ചെയ്യണതാണ് നല്ലത്, കുറവുകളാ, സ്ത്രീയായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. സ്ത്രീ വേഷം കാണാനാണ് ഇഷ്ടം. അയ്യോ പെണ്ണായിട്ട് എന്ത് രസമാണ്, പിഷാരടി നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ലേ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ. അതുപോലെ ധർമ്മജ, ഈ മലയാളത്തിൽ ഇപ്പൊ ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭർത്താവ് എവിടെ ചോദിക്കും, പിഷാരടിയോട് ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അന്നേരം അതൊരു അനുഭവമാണ്. ഇപ്പൊ ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കാം. ധർമ്മജനിപ്പോ ഒരു മലയാള സിനിമയുടെ ഒരു ഭാഗമായി ഒന്ന് കഴിഞ്ഞു ഞാനും വിശ്വസിക്കുന്നു. ഒരു സീരിയസ് ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാലത്ത് പഴയകാല മലയാള സിനിമകളിൽ സംഘടനകളില്ലായിരുന്നു. പഴയകാല മലയാള സിനിമകളിൽ അന്ന് പ്രശ്നങ്ങളില്ലായിരുന്നു. അപ്പോൾ ഒരു സംഘടന എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന ഓരോ ചെറിയ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ളതാണ് യൂണിയൻ ഓഫ് ദ സ്ട്രെങ്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഐക്യവ്യക്തി മഹാബലം എന്ന് പറയുന്നത്. പഴയകാലത്ത് നസീറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ സംഘടന ഇല്ലായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളില്ലായിരുന്നു. ഇന്ന് മലയാള സിനിമയ്ക്ക് ഒരു താരസംഘടന വന്നു, എല്ലാത്തിനും സംഘടനകളായി. അപ്പോൾ സംഘടനകൾ ഉള്ളപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ശരിക്കും സംഘടന പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇപ്പോഴും. ധർമ്മൻ എന്ത് തോന്നുന്നു? ഇത് വലിയ ചോദ്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ മലയാള സിനിമയുടെ ഭാഗമാണ്. 3 സിനിമയിൽ അഭിനയിച്ചാലാണ് ഒരു അമ്മയിൽ അംഗമാകാൻ പറ്റുള്ളൂ. ഇന്നസെന്റ് എന്നോട് മെമ്പർഷിപ്പ് എടുക്കാൻ സിനിമയിൽ അഭിനയിക്കും പറഞ്ഞായിരുന്നു. ഞാൻ ഭാഗമായ സംഘടന മാക് എന്ന് പറഞ്ഞ മിമിക്രി സംഘടന, അത് വെച്ച് നോക്കിയ സംഘടന ഒരിക്കലും ഉപദ്രവമാകാതിരുന്നാൽ മതി. മാക്കിൽ ഇപ്പം തന്നെ എത്രയോ പേർക്ക് സഹായം ചെയ്തെന്നറിയാമോ? അമ്മ എന്ന സംഘടനയെ പോലെ ഒരുപാട് പൈസയുടെ സംഘടനയല്ല മാക്ക്, മിമിക്രിക്കാരുടെ സംഘടനയാണ്. മിമിക്രിക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഒരു യൂണിയൻ ഐക്യമത്യ മഹാബലം വരാതിരിക്കുമ്പോഴാണ് പൈസ ഇല്ലാത്തത്. പക്ഷെ എത്രയോ പേരെ ഇപ്പോഴേ സഹായിച്ചു കഴിഞ്ഞു, എത്രയോ പേരാ. കൈതാരം പ്രദീപ് എന്ന് പറഞ്ഞൊരു അർഷി മരിച്ചുപോയി. ആ ചേച്ചി പിള്ളേരില്ല, ഇല്ല, ആ ചേച്ചിക്ക് അവിടെ പ്രോഗ്രാം നടത്തി ലക്ഷങ്ങൾ കൊടുത്തു, പലരെയും സഹായിച്ചു. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ട്, 5 ഓപ്പറേഷൻ വേണമെന്ന്. ഒരുപാടല്ലെങ്കിലും നല്ലൊരു പൈസ സഹായം കഴിഞ്ഞു. അതൊക്കെ സംഘടനയോടുള്ള നേട്ടങ്ങൾ. അത് വേണം സംഘടന. അമ്മ എന്തോരം സഹായങ്ങളാണ് ചെയ്യണത്. അമ്മയിലെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടേ പണി നടക്കണല്ലേ നോക്കിയാൽ മതി. ആൾക്കാർ സമരം ഒരു വശത്തോടെയും പണി വേറെ വശത്തോടെയും നടക്കും. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നസെന്റ് ഏട്ടനല്ലാതെ പിന്നെ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ ആരാ ഉള്ളത്? സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളെ കൂടുതൽ. അതിന് വേറൊരാളെ കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടാ. അവരൊക്കെ ഒരു ഈ പറയണ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മയുടെ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ, എനിക്ക് അതിലോട്ടൊന്നും അറിയാൻ പറ്റില്ല. അവര് 1 വർഷത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത വർഷമാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞത്. കോട്ടയം നസീറൊക്കെ നമ്മളോട് പറയാറുണ്ട്, ഞങ്ങൾ 1 വർഷത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തെ മീറ്റിംഗ് ആകാൻ വേണ്ടി ദാഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. സംഘടന കൊണ്ട് ആർക്കും നഷ്ടമില്ല, നേട്ടം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണെങ്കിലും നേട്ടമുള്ളൂ. സംഘടന കൊണ്ട് ആർക്കും എന്തിനാ നഷ്ടപ്പെടുന്നത്? എനിക്ക് മനസ്സിലാവില്ല സംഘടന കൊണ്ട് എന്താ നഷ്ടപ്പെടുന്നത്. സംഘടനയിൽ ഇഷ്ടമല്ലെങ്കിൽ ഉണ്ടായിരിക്കുക. സംഘടന കൊണ്ട് നേട്ടം ഉണ്ടാവും. ഇപ്പോഴും അമ്മ കൈ നീട്ടം കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. സംഘടന കൊണ്ട് എന്താ നഷ്ടമെന്ന് ആരെങ്കിലും പറയട്ടെ. ഒരു സംഘടന കൊണ്ട് ഒരാൾക്ക് നഷ്ടമില്ല. ഇല്ലെങ്കിൽ വിശ്വസിക്കരുത്. അപ്പോൾ നഷ്ടമില്ലല്ലോ.
സങ്കടം കൊണ്ട് നേട്ടമുള്ളൂ. ഇപ്പൊ ഏത് പാർട്ടിയിൽ വിശ്വസിച്ചാലും അവരുടെ വഴി എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് നേട്ടമല്ലേ ഉള്ളൂ. വലിയ നഷ്ടമില്ലല്ലോ. നമ്മൾ മാറിയെന്നാൽ നമുക്ക് നഷ്ടമില്ല, കിട്ടിയിരുന്നല്ലേ ഉള്ളൂ, നഷ്ടമില്ലല്ലോ. അതുപോലെ തന്നെ മറ്റേത് തൊഴിലും നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയങ്ങളും രാഷ്ട്രീയ നിലപാടുകളും നമ്മൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്താറുണ്ട്. സിനിമയിലെ ഓരോ ആർട്ടിസ്റ്റുകളും സിനിമയുടെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയം സംസാരിക്കാറില്ല. ഒരു പബ്ലിക് മീറ്റിംഗിൽ സിനിമയിലുള്ള ആൾക്കാർ ആരും സംസാരിക്കാറുണ്ട്. രാഷ്ട്രീയം സംസാരിക്കുകയും ചെയ്യില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയില്ല. അത് സ്വയം നിലനിൽപ്പാണോ? അത് അപ്പോൾ സ്വയം നഷ്ടപ്പെടാനല്ലേ അത്? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വരെ പോസ്റ്റർ ഒട്ടിക്കാനും മൈക്ക് അനൗൺസ്മെന്റും അതൊക്കെ ഇട്ട് ചീറിപ്പാഞ്ഞ് നടന്നൊരു സ്പിരിറ്റിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. രാഷ്ട്രീയം എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള വഴിയായിരുന്നില്ല, ഒരു സ്പിരിറ്റായിരുന്നു, ഒരു ആവേശമായിരുന്നു. കോളേജിലൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെ നടന്നിട്ടുള്ളത് ഒരു ആവേശത്തിൻ്റെ പുറത്താണ്. ഇപ്പോഴത്തെ തലമുറ, ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനോട് ചോദിച്ചാൽ അവന് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. പുതിയ തലമുറക്ക് രാഷ്ട്രീയത്തോടെ താല്പര്യമില്ല. എനിക്കും താല്പര്യമില്ല. ഇപ്പം ഞാൻ വലിയ രാഷ്ട്രീയമൊന്നുമില്ല, വലിയതല്ല, ഇല്ല. എന്നെ കഴിഞ്ഞ ആഴ്ച വരെ മീറ്റിങ്ങിനൊക്കെ വിളിച്ച് ഞാൻ ഒരു പാർട്ടിയുടെ ഭയങ്കരമായിട്ടൊക്കെ നടന്നിച്ച ഒരാളാണ്. എനിക്ക് താല്പര്യമില്ല. വെറും പറ്റിക്കൽസ് തന്നെ, കള്ളത്തട്ടിപ്പ്. സിനിമയിൽ ശരിക്കും രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഉണ്ടോ? സിനിമയിൽ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം കൊണ്ടൊന്നും നടക്കില്ല. രാഷ്ട്രീയക്കാർ വന്നാൽ എന്ത് നടക്കാൻ എനിക്കറിയാൻ പാടില്ല കേട്ടോ. സിനിമയെ കുറിച്ച് എനിക്കറിയാൻ പാടില്ല. രാഷ്ട്രീയം സിനിമയിൽ വന്നാൽ ഒന്നും നടക്കില്ല. അതൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും, ഇവിടെ ആരും ഒന്നുമില്ല. ഇവിടെ സിനിമാ താരങ്ങളതല്ലേ ഇലക്ഷൻ എന്നിട്ട് ജയിക്കാത്ത എന്താ? ഗണേശേട്ടനെ പോലത്തുള്ള ചുരുക്കം അവര് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. എനിക്ക് പ്രേം നസീർ ഇലക്ഷൻ നിന്നിട്ടുണ്ട്, മുരളിച്ചേട്ടൻ ഇലക്ഷൻ നിന്നിട്ടുണ്ട്, ദേവൻ ചേട്ടൻ നിന്നിട്ടുണ്ട്. രാഷ്ട്രീയവും സിനിമയായിട്ട് കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല. കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ പോലെയല്ല. അതുപോലെ ധർമ്മനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ എന്ന് പറയുന്നവരാണ് മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു നടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പൊ സിനിമയിലായതുകൊണ്ട് പറയണല്ലോ കേട്ടോ. ചില സിനിമയിലുള്ള ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയൂല. പല രീതിയിൽ പല ആൾക്കാരെ ഇഷ്ടമാണ്. അതാണ് അതിൻ്റെ ഒരു, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരു നടനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്തതൊക്കെ വേസ്റ്റായി പോകും. അതുകൊണ്ട് കുറെ പേര് എനിക്ക് ഇഷ്ടമാണ്. അത് ഓരോ ഭാഗത്ത് നോക്കിയാൽ കൊമേഡിയന്മാരാണെങ്കിലും കുറെ കാര്യത്തിൽ കുറെ പേര് നല്ലതായിരിക്കും. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരിൽ കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ഒറ്റയടിക്ക് ഒരാളെ ഇഷ്ടം എന്ന് പറയാനായിട്ട് അയാൾ നമുക്ക് വല്ല വീഡിയോ വെച്ച് തന്നിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അയാൾ നമുക്ക് അത്ര ഉപകാരം ചെയ്തിട്ടുണ്ടാകണം, അയാളെ എനിക്ക് ഇഷ്ടമെന്ന് പറയാം. അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും? മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ദിലീപും സുരേഷ് ഗോപി എന്തൊരു കഥാപാത്രം ചെയ്തിരിക്കണം. അപ്പം ചില സാധനങ്ങൾ വെച്ച് നോക്കും അവർ വെറുതെ ഒന്നുമല്ലോ അംഗീകരിച്ചത്. ഭാരതവാർ കൊടുത്തും പത്മഭൂഷൺ കൊടുത്തും പത്മശ്രീ കൊടുത്തൊക്കെ അംഗീകരിച്ചിരിക്കുന്നത് വെറുതെ അല്ല. അപ്പോൾ ഒരാളെ മാത്രമായിട്ട് നമുക്ക് ഇഷ്ടമെന്ന് പറയാൻ പറ്റാത്ത ഒഴിഞ്ഞു പറഞ്ഞല്ല ടീ ചോദ്യം ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങിയാൽ കുറേ നടന്മാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടല്ല. ഇല്ല അങ്ങനെയല്ല. ഒറ്റയടിക്കെന്ന് പറഞ്ഞിട്ട് വെറുതെ മോഹൻലാൽ എന്നോ മമ്മൂട്ടി എന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുള്ളവരെല്ലാം ഇല്ലാത്തവരല്ല. മലയാള സിനിമയിൽ ഉള്ള ഒട്ടുമിക്ക നടന്മാരും നല്ല കഴിവുള്ളവരാണ്, ഒരുപാട് കഴിവുള്ളവർ. ചില കഥാപാത്രങ്ങൾ എടുത്ത് നോക്കിയാൽ 2 പടത്തിൽ അഭിനയിച്ചായാലും 4 പടത്തിൽ അഭിനയിച്ചവരായി പോലും നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് മലയാളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. ആഗ്രഹമാണ് നമുക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉത്തേജക ഘടകം എന്ന് പറയുക. ധർമ്മന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്, ഡ്രീംസ് എന്നൊക്കെ നമ്മൾ പറയാറില്ല, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറയുന്നത് ജീവിതത്തിലോ കലയിലോ? എനിക്ക് എൻ്റെ ആഗ്രഹം ഇത്രേ ഉള്ളൂ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാതെ കുറേ നാൾ ജീവിക്കാൻ പറ്റുക, ഇടയ്ക്കൊക്കെ ഗ്യാപ്പിട്ടിട്ട് 2 റോക്ക് അടിക്കാൻ പറ്റുക. നമ്മളെ ഇഷ്ടമല്ല. വലിയ സിനിമയൊന്നും വേണ്ടത്, കുറച്ച് സ്ഥലമൊക്കെ വെക്കാനുണ്ട്. ഇവിടെ മുളകാട് കോടീശ്വരനായി കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റും സിനിമയ്ക്കില്ലെങ്കിലും. എന്തിനാണ് ആഗ്രഹങ്ങൾ? നമുക്ക് അത്യാവശ്യം ഒരു വീട് വേണം, നടക്കാനൊരു വണ്ടി വേണം, 2 പിള്ളേരെ ദൈവം തന്നിട്ടുണ്ട്, അതുണ്ട്, ഒരു ഭാര്യയുണ്ട്, വലിയ കുഴപ്പമില്ല, പോണം. അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ.